മുൻകാല വർഷങ്ങളിലെ ജനറൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. 1914 ആരംഭിച്ച നായർ ഭൃത്യജന സംഘം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് നായർ സർവീസ് സൊസൈറ്റി. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് പട്ടം എ താണുപിള്ള. പുല്ലാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിനാണ്? പത്രപ്രവർത്തനം. എ കെ ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം. വിദ്യാപോഷിണി സഭ ആരംഭിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. SNDP യോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ധർമ്മഭട സംഘം രൂപവൽക്കരിച്ചത് ആര്? TK മാധവൻ. കൊച്ചിയിലെ രണ്ടാമത്തെ ജനകീയ മന്ത്രി ഡോക്ടർ AR മേനോൻ. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. സഖാവ് എന്ന നാടകം ആരുടെ ജീവിതകഥയാണ് അവതരിപ്പിക്കുന്നത്? പി കൃഷ്ണപിള്ള. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറമാക്കുന്ന പദാർത്ഥം ബേസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? ആറ്റോമിക് നമ്പർ. ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങൾ. സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം. ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ തോതിൽ വികാസം സംഭവിക്കുന്നത് വാതകങ്ങൾ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ. ആറ്റത്തിലെ വലിപ്പം കൂടുമ്പോൾ അയോണിക ഊർജം കുറയുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് എവിടെ? കോഴിക്കോട്. മലങ്കര ജലസേചന പദ്ധതി ഏതു ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഏത്? ഓണം. ഖാസി ഖാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏത്? അഹമ്മദാബാദ് തുണിമിൽ സമരം. സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഭേദഗതി 42. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടൽ. ചെറുകുടലിന്റെ നീളം എത്ര? 5 മുതൽ 6 മീറ്റർ വരെ നീളം. ചെറുകുടലിന്റെ ആദ്യ ഭാഗം ഏത്? പക്വാശയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ.
ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ. ഉളിപ്പല്ല്. ഇനാമലിൻ്റെ സവിശേഷതകൾ. ഇവയെല്ലാം. ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്നാക്കി മാറ്റിയ വർഷം ഏത്? 1957. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏത്? കൊൽക്കത്ത. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത്? 1984. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? കൊൽക്കത്ത. 1904 അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം സ്ഥാപിച്ചത്? അയ്യങ്കാളി. ഗാന്ധിജി പന്മന ആശ്രമം സന്ദർശിച്ചത്? 1934 ജനുവരി 20. സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ്? നൈട്രിക് ആസിഡ്. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്? ലാവോഷ്യ. മനുഷ്യന്റെ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ലഘുയന്ത്രങ്ങളായ ഉത്തോലോകങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ചത്? ആർക്കിമിഡീസ്. പ്രകൃതിയിലെ ബലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏത്? ന്യൂക്ലിയർ ബലം. ജലത്തിൻ്റെ തിളനില എത്ര? 100 ഡിഗ്രി സെൽഷ്യസ്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരം? വജ്രം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ. താങ്ക്